കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ ഹെൽത്തി ആയിട്ടും അതുപോലെ തന്നെ ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഡിഷ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ മില്ലറ്റ് വെച്ചിട്ടാണ് ഈ ഒരു ഉപ്മാവ് തയ്യാറാക്കിയിരിക്കുന്നത്, അതായത് ചാമേരി. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഡിഷ് ഷുഗർ പേഷ്യൻസിനും കൊളസ്ട്രോൾ ഉള്ളവർക്കും വെയിറ്റ് ലോസിനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്ത ശേഷം ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. കൂടാതെ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു. ഇന്ന് നമ്മൾ ലിറ്റിൽ മില്ലറ്റ് അഥവാ ചാമേരി വെച്ചിട്ടുള്ള ഒരു ഉപ്മാവാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ ഇപ്പോൾ 1/4 കപ്പ് ചാമേരിയാണ് എടുത്തിരിക്കുന്നത്. ധാരാളം ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു മില്ലറ്റാണ് ലിറ്റിൽ മില്ലറ്റ് അഥവാ ചാമേരി. ആദ്യം നമുക്ക് നന്നായി കഴുകിയെടുക്കാം. ഗ്ലൂട്ടൻ ഫ്രീ ആയിട്ടുള്ള ഒരു ധാന്യമാണ് ലിറ്റിൽ മില്ലറ്റ്. അതുപോലെ തന്നെ ഡയബറ്റിക്കിന് കൺട്രോൾ ചെയ്യുന്നതിനും കൊളസ്ട്രോളിനെ കൺട്രോൾ ചെയ്യുന്നതിനും വെയിറ്റ് ലോസിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. കൂടാതെ ഹാർട്ടിൻ്റെ ഹെൽത്തിനും അതുപോലെ തന്നെ ബോൺ ഹെൽത്തിനെയൊക്കെ സ്ട്രെങ്തൻ ചെയ്യുന്നതിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ഒരു ലിറ്റിൽ മില്ലറ്റ്. അപ്പോൾ 1-2 പ്രാവശ്യം ഒന്ന് കഴുകിയ ശേഷമാണ് നമ്മളതൊന്ന് സോക്ക് ചെയ്യാൻ വേണ്ടി വെക്കുന്നത്. അതിനത് കഴുകിയെടുത്തിട്ടുള്ള ലിറ്റിൽ മില്ലറ്റ് അഥവാ ചാമേരിയാണ് നമ്മളൊരു ബൗളിലേക്ക് ചേർക്കുന്നത്. വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് കട്ട് ചെയ്യുന്നവരെ നമുക്കതൊന്ന് 15 മിനിറ്റ് നേരമാണ് ഒന്ന് കുതിരാൻ വേണ്ടി വെക്കുന്നത്. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്നതാണ് ചാമേരി. ചാമേരിയിൽ ധാരാളമായിട്ട് ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ പ്ലാന്റ് ബേസ്ഡ് ആയിട്ടുള്ള പ്രോട്ടീനും അടങ്ങിയിരിക്കുന്നതാണ് ഈ ഒരു ചാമേരിയിൽ. അപ്പോൾ നമുക്കതൊന്ന് കുതിരുന്ന വരെ വെയിറ്റ് ചെയ്യുക. അപ്പോഴേക്കും ഇതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെജിറ്റബിൾസും കൂടി ഒന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട്. പൊടിയായി അരിഞ്ഞിട്ടുള്ള ഒരു വലിയൊരു സവാളയാണ് എടുത്തിരിക്കുന്നത്. ഇതുകൂടാതെ ഞാൻ കുറച്ച് വെജിറ്റബിൾസും കൂടി എടുത്തിട്ടുണ്ട്. ഒരു 1/4 കപ്പ് ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ഒരു 3 പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇഞ്ചി പൊടിയായി അരിഞ്ഞത്. ഇത് ഞാൻ ഓറഞ്ച് കളർ ക്യാപ്സിക്കാണ് എടുത്തിരിക്കുന്നത്. പിന്നെ എടുത്തിരിക്കുന്നത് ഫ്രഷ് ഗ്രീൻ പീസ് ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ലിറ്റിൽ മില്ലറ്റ് വെച്ചിട്ടുള്ള ഉപ്മാവ് തയ്യാറാക്കുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ വളരെ ഹെൽത്തി ആയിട്ടും അതുപോലെ തന്നെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ഡിഷാണ് ഇത്. നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഡിന്നർ ആയിട്ടോ അതല്ലെങ്കിൽ കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുന്ന സമയത്തൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയതാണ്. മില്ലറ്റ് ഉപ്മാവ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 തൊട്ട് 1.5 ടേബിൾ സ്പൂൺ വരെ വെളിച്ചെണ്ണ നമുക്ക് ഇതിലേക്ക് ചേർക്കാം. ഞാനത് വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ കടുകാണ് ചേർക്കേണ്ടത്. അങ്ങനെ ഇത് കടുകൊക്കെ പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ഉഴുന്ന് പരിപ്പാണ്. ഇത് നമുക്ക് 1 ടീസ്പൂൺ ചേർക്കാം. അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ കടലപ്പരിപ്പും കൂടി ചേർക്കുന്നുണ്ട്. ഈ പരിപ്പുകളെല്ലാം നന്നായി റോസ്റ്റ് ആകുന്നവരെന്ന് ഇളക്കി യോജിപ്പിക്കാം. അങ്ങനത്തെ പരിപ്പിൻ്റെയൊക്കെ കളറൊക്കെ ഒന്ന് മാറാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള സവാളയാണ് ചേർക്കുന്നത്. ഞാനിടപ്പം ഒരു വലിയൊരു സവാളയാണ് ഇതിലേക്ക് ചേർത്തിരിക്കുന്നത്. സവാള പെട്ടെന്ന് വഴണ്ടി കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതിലേക്ക് ഉപ്പ് ചേർക്കാം. ഞാനിവിടെ പിങ്ക് സോൾട്ടാണ് ചേർക്കുന്നത്. അങ്ങനെ ഉപ്പും ചേർത്ത ശേഷം നന്നായി ഇളക്കി യോജിപ്പിക്കാം. സവാളയൊക്കെ നന്നായി വഴണ്ടി വരണം. ഗോൾഡൻ കളർ ആവേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് വഴണ്ടി കിട്ടുന്നവരെയാണ് ഇളക്കിയെടുക്കേണ്ടത്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർക്കാം. എന്താ നമ്മൾ ചേർത്തിട്ടുള്ള സവാളയൊക്കെ നന്നായി വഴണ്ടി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചിയും അതുപോലെ തന്നെ പച്ചമുളകുമാണ് ചേർക്കുന്നത്. അതും ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ക്യാരറ്റാണ് ചേർക്കുന്നത്. അതുപോലെ തന്നെ ഗ്രീൻ പീസും ചേർക്കാം. ഞാനിപ്പോൾ ഫ്രഷ് ഗ്രീൻ പീസ് ആയതുകൊണ്ടാണ് ഇങ്ങനെ ചേർക്കുന്നത്. ഫ്രഷ് ആയിട്ടുള്ള ഗ്രീൻ പീസോ അതല്ലെങ്കിൽ ഫ്രോസൺ ഗ്രീൻ പീസൊക്കെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ചേർക്കാം. അതല്ലെങ്കിൽ വേവിച്ച ശേഷം വേണം ഗ്രീൻ പീസ് നമുക്ക് ഇതിലേക്ക് ചേർക്കാൻ. ഇങ്ങനെ വെജിറ്റബിൾസ് എല്ലാം നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ക്യാപ്സിക്കം നമുക്ക് ഏറ്റവും ലാസ്റ്റ് ചേർത്താൽ മതി. ക്യാപ്സിക്കം ഓപ്ഷനിലാണ്, ഉണ്ടെങ്കിൽ ചേർത്താൽ മതി. അങ്ങനെ വെജിറ്റബിൾസൊക്കെ നന്നായി മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് വെള്ളമാണ് ചേർക്കുന്നത്. ഞാനിവിടെ ഇപ്പോൾ 1/4 കപ്പ് ചാമേരിക്ക് 2 കപ്പ് വെള്ളമാണ് ചേർക്കുന്നത്. അങ്ങനെ എന്താ നമ്മൾ 2 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ചാമേരിയൊക്കെ കുതിരാൻ വെച്ചിട്ട് ഒരു 15 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് സ്ട്രെയിൻ ചെയ്ത ശേഷം വെജിറ്റബിൾസിലേക്ക് ചേർക്കാം. ഇനി നമുക്ക് സ്ട്രെയിൻ ചെയ്ത് വെച്ചിട്ടുള്ള ചാമേരി ഇതിലേക്ക് ചേർക്കാം. അങ്ങനെ ചാമേരിയും ചേർത്ത ശേഷം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് അടച്ചു വെച്ചാണ് വേവിച്ചെടുക്കേണ്ടത്. 15 തൊട്ട് 20 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നമ്മുടെ ഈ ഒരു ചാമേരി വെന്ത് കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് വേവുന്ന വരെ ഒന്ന് അടച്ചു വെക്കാം. എന്താ നമ്മൾ ചേർത്തിട്ടുള്ള വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കാം. കംപ്ലീറ്റ് ആയിട്ട് വറ്റീനെ വന്ന് കിട്ടിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ ഒരു സമയത്താണ് ഇതിലേക്ക്
കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാപ്സിക്കം ചേർക്കുന്നത്. അങ്ങനെ ക്യാപ്സിക്കം ചേർത്ത ശേഷം നന്നായി മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല കളർഫുൾ ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഡിഷാണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത്. കൊളസ്ട്രോളുകാർക്കും ഷുഗറുകാർക്കും ഒക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഗ്ലൂട്ടൻ ഫ്രീ ആയിട്ടുള്ള ഒരു ധാന്യമാണ് നമ്മുടെ ലിറ്റിൽ മില്ലറ്റ് അഥവാ ചാമേരി. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഒരു 1/2 ടീസ്പൂൺ നെയ്യാണ് ചേർക്കുന്നത്. അപ്പോൾ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും ഈ ഒരു ഉപ്മാവിന് കിട്ടുന്നത്. ഏറ്റവും മുകളിലായിട്ട് അല്പം മല്ലിയില അരിഞ്ഞത് കൂടി ഒന്ന് ഗാർണിഷ് ചെയ്യാം. ഞാനിവിടെ ഫ്രോസൺ മല്ലിയിലയാണ് ചേർത്തിരിക്കുന്നത്. അങ്ങനെന്താ നമ്മുടെ ഉപ്മാവൊക്കെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെന്താ നമ്മുടെ ചാമേരി ഉപ്മാവൊക്കെ ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ ഒരു ഉപ്മാവിൻ്റെ കൂടെ നമുക്ക് പഴം കൂട്ടിയിട്ടോ അതല്ലെങ്കിൽ ചട്നി കൂട്ടിയിട്ടൊക്കെ കഴിക്കാവുന്നതാണ്. വെജിറ്റബിൾസ് ഒക്കെ ധാരാളം ചേർത്തുകൊണ്ട് തന്നെ വളരെ ഹെൽത്തി ആയിട്ടാണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത്. ഏറ്റവും മുകളിലായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ 1 ടീസ്പൂൺ ചെറുനാരങ്ങ നീരും കൂടി ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ ചെറുനാരങ്ങ നീരൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ വളരെ ഹെൽത്തി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഡിഷ് എല്ലാവരും ട്രൈ ചെയ്ത ശേഷം ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. താങ്ക് യു. ഞാനിപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് ഒരു മിന്റ് ലീവ്സ് വെച്ചാണ് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത്.